അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സൈദലവി ചെർപ്പളശ്ശേരിയാണ്. പ്രിയപ്പെട്ട അഭികൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ മുളയങ്കാവ് അങ്ങാടിയിലാണ്. അങ്ങാടിയിൽ നമുക്ക് കാണാനുള്ളത് എന്താണെന്ന് അറിയാം, ഒരു 40 സെൻറ്റ് സ്ഥലം, വീടുകൾക്ക് പറ്റിയ സ്ഥലം കണ്ടോ. നിറയെ വീടുകളുള്ള ഏരിയ, നല്ല VIP വീടുകളുള്ള ഏരിയ. 2 സൈഡ് റോഡാണ്, അതിലത്തെ ഒരു സൈഡാണ് ഇത് കണ്ടോ. ഇതാ ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് റോഡ് ഫ്രണ്ടേജ് കണ്ടോ. അപ്പോൾ ഒരു ഫ്രണ്ടേജ് റോഡും ഒരു സൈഡ് റോഡും ഉണ്ട്, 2 റോഡുണ്ട്. മാത്രമല്ല 40 സെൻറ്റ് സ്ഥലമുണ്ട്. ജ്യേഷ്ഠന്മാർ മേടിക്കുകയാണെങ്കിൽ 3-4 ആൾക്ക് മേടിച്ച് കഴിഞ്ഞാൽ 4 വീട് വെക്കാം, അല്ലെങ്കിൽ 2 ആൾ മേടിക്കുകയാണെങ്കിൽ 20 സെൻറ്റിൽ മേടിക്കാം. അപ്പോൾ എവിടെയെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിൽ മുളയങ്കാവ് അങ്ങാടിയിലട്ടാ. അങ്ങാടിയിൽ നിന്ന് ഇവിടുന്ന് ആകെ ദൂരമുള്ള 500 മീറ്ററാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആദ്യം പോലെ അവസാനം വരെ കാണാം. അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖങ്ങൾ, ഇതാണ് വളാഞ്ചേരി കൊപ്പം വഴി മുളയങ്കാവ് കേട്ടോ. മുളയങ്കാവ് ടൗണാണിത്. ഇവിടുന്ന് ഇങ്ങനെ പോയാൽ വല്ലപ്പുഴ കേട്ടോ. ഈ അങ്ങാടി നല്ല ടൗണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോയ ചെർപ്പളശ്ശേരി ഫുള്ള് മെയിൻ റോഡ് സൗകര്യങ്ങൾ. ഇവിടെയാണ് ഇന്ന് നമുക്ക് കൊടുക്കാനുള്ള മുതൽ അല്ല. ഈ ടൗണിൽ നിന്ന് 400 മീറ്റർ 500 മീറ്ററാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖം പോകുന്നോളൂ. നമുക്ക് ചെറിയ കാര്യം കിട്ടുമോ പോയി വെക്കാം, ഇങ്ങോട്ട് പോരി. കാരണം എന്താ പറയുക, എല്ലാ സൗകര്യവും ബാങ്ക്, ഫെഡറൽ ബാങ്കൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. ഫെഡറൽ ബാങ്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ 500 മീറ്റർ ചുറ്റളവിലൊക്കെ ഉണ്ട്. ഇതാണ് പറയാം, അമ്പലടക്കം ഉണ്ട്. ഇൻഷാ അല്ലാഹ് പള്ളിയുണ്ട്, മദ്രസ ഉണ്ട്, സ്കൂളുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്. വലിയ ടൗൺ തന്നെയാണ്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ടൗണാണ്. ഇവിടുന്നാണ് 500 മീറ്ററിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പ്രോപ്പർട്ടി. വേഗം പോയി. അപ്പോൾ പ്രിയപ്പെട്ട അഭികളെ, മുളയങ്കാവ് എന്ന് വരുന്ന റോഡാണ് ഈ റോഡ് കണ്ടോ. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. അങ്ങോട്ട് നോക്കിയേക്കാണ് ആ വീട്, ആ പുതിയ ഇതൊക്കെ ഉണ്ടല്ലേ, വീടുകളൊക്കെ കയറ്റി നല്ല വലിയ VIP വീടുകളാണ്. ഇതാ ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് ഫ്രണ്ടേജാണ് കണ്ട. ഒരു നീളമുണ്ട് ഇതിൻ്റെ ഫ്രണ്ടേജ്. അതേമാതിരി ഇതിൽ നിൽക്കണുണ്ടെങ്കിൽ ഫുള്ള് തെങ്ങാണ് കണ്ടോ. നിറയെ തെങ്ങ് നിൽക്കുന്ന സ്ഥലമാണ്. പിന്നെ 2 സൈഡാണ് നമ്മുടെ റോഡ് കേട്ടോ. നിങ്ങൾ വരി. അങ്ങാടിയിൽ നിന്ന് മുളയങ്കാവ് അങ്ങാടിയിൽ നിന്ന് ആകെ 500 മീറ്ററാണ്. അങ്ങാടിനെ കുറിച്ച് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഈ മുളയങ്കാവ് അങ്ങാടിയിൽ നമുക്ക് ഒരുപാട് ഷോപ്പിംഗ് മാളുകളുണ്ട്, തുണിക്കടകളുണ്ട്, നല്ലൊരു മാർക്കറ്റ് ഉണ്ട്. പുതുമ ജ്വല്ലറി അടക്കം അവിടെ ഉണ്ട്. നമ്മുടെ ഹബീബിൻ്റെ പുതുമ ജ്വല്ലറി അടക്കം മുളയങ്കാവിലാണ്. ചെറിയ ജ്വല്ലറിയാണ്. അപ്പോൾ ആ ജ്വല്ലറി അടക്കമുള്ള നല്ല ഒരു ഏരിയ ടൗണാണ് മുളയങ്കാവ് ടൗണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞു അല്ലേ, മുളയങ്കാവ് ടൗൺ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇതാണ് സ്ഥലം. ഇത് നമ്മുടെ സൈഡ് റോഡാണ്. ഇതിനൊക്കെ പോയ നല്ല നല്ല VIP വീടുകളാണ് ഇവിടെ കേട്ടോ. ഈ സ്ഥലം മാത്രമാണ് ഇവിടെ ഒഴിഞ്ഞു നിൽക്കുന്ന സ്ഥലം. അപ്പോൾ ഈ സൈഡ് റോഡിന് നമ്മുടെ സ്ഥലമുണ്ട്, ഇവിടെയും സ്ഥലമുണ്ട്. ബാക്കിലേക്ക് കുറച്ച് താഴ്ചയാണ്, എങ്കിലും നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് കയറി കാണാം. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ഗേറ്റൊക്കെ തുറന്നിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലിങ്ങനെ കാണാം കേട്ടോ. അല്ലേ വരുന്നതായി തന്നെ നല്ല തേക്ക് തെയ്യലൊക്കെ ഉണ്ട് കേട്ടോ. തേക്ക് തെങ്ങ് ഇതാണ് ഇതിൻ്റെ മെയിൻ. ബാക്കിൽ കുറച്ച് താഴ്ച ഉണ്ട്, കാര്യം പറഞ്ഞുതരാം. പിന്നെ ഇവിടെ വന്നിട്ട് അയ്യോ താഴ്ചയുള്ള ഞങ്ങൾ കണ്ടില്ല എന്നൊന്നും പറയരുത്. ഇതാണോ 2 സ്റ്റെപ്പായിട്ടാണ് കിടക്കണത്. പക്ഷെ നമുക്കെന്ത് ചെയ്യാം, ഇവിടെ വീട് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ നല്ലൊരു തൊടിയാക്കി ഇടാം കേട്ടോ. ആ ബാക്കിൽ തൊടി കാണിച്ചു നിറയെ വീടുകളാണ് അവിടെയൊക്കെ VIP വീടുകൾ. അതൊന്ന് കാണിച്ചു കൊടുത്താൽ പുതിയ പുതിയ വീടുകൾ കയറുന്നത്. അവിടെ ഇപ്പോൾ കച്ചവടം കഴിഞ്ഞിട്ട് 2 ലക്ഷം ഉറുപ്പ്യക്കാണ് ഇതിൻ്റെ ബാക്കിൽ ആ സ്ഥലം കച്ചവടം കഴിഞ്ഞിട്ടാ ആ വീടുകൾ കയറുന്നത്. ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്താൽ വീടുകൾ അത്രയും നല്ല വലിയ വീടുകളാണ് കയറുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ, എൻ്റെ ചാനൽ കാണുന്ന ഹബീബികൾ കണ്ടു കഴിഞ്ഞു. പാലക്കാട് ജില്ലയിൽ മുളയങ്കാവ് കൊപ്പം കേട്ടോ. നമ്മുടെ വളാഞ്ചേരിയിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ കൊപ്പം കഴിഞ്ഞിട്ട് മുളയങ്കാവ് ടൗണ്. മുളയങ്കാവ് ടൗണിൽ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എല്ലാ സൗകര്യം ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ടൗണാണ്. 500 മീറ്ററേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. മുളയങ്കാവ് ഒരു എടുത്തു പറയേണ്ട ഒരു ക്ഷേത്രമുണ്ട്, അതും 500 മീറ്ററേ ഉള്ളൂ. ക്ഷേത്രം 500 ഇല്ല 400 കേട്ടോ. ക്ഷേത്രത്തിൻ്റെ അടുത്ത് 400 മീറ്ററേ ഉള്ളൂ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ, എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഇതൊന്ന് ഷെയർ ചെയ്യണം. ഇതിൽ വില ചോദിക്കുന്നത് 2.5 ലക്ഷം രൂപ ഒരു സെൻറ്റിന് ചോദിക്കുന്നുണ്ട്. ടൗണിൻ്റെ അടുത്ത പ്രോപ്പർട്ടി ആയതുകൊണ്ടാണ് റേറ്റ് ഇട്ടാ. നമ്മൾ സാധാരണ റേറ്റ് കമ്മിയുള്ള സ്ഥലങ്ങളാണ് പോസ്റ്റ് ചെയ്യാറ്. പക്ഷേ ഇങ്ങനത്തെ സ്ഥലങ്ങളും നമ്മൾ പോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ലല്ലോ. ഒരു സെൻറ്റിന് 2,50,000 ഉറുപ്പ്യ പാർട്ടി ചോദിക്കുന്നുണ്ട്. പാർട്ടിയുമായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യാൻ നമുക്ക് തരുമ്പോൾ 1% കമ്മീഷൻ തരണം വാങ്ങുന്നവർ. അതിന് യാതൊരു സംശയമില്ല. ബ്രോക്കർമാർക്ക് എൻ്റെ കച്ചവടം കൊണ്ടുവരാം, കമ്മീഷൻ കൊണ്ടായിക്കോളി, നമ്മൾ തരും, നമുക്ക് കിട്ടുന്നതെന്ന്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കാരണം എന്താ പറയുക, ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നമ്മളില്ലാതെ കച്ചവടം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെറിയൊരു പാലുമ്പളത്തിൽ ഒരാൾക്കൊരു പണി കൊടുത്തിട്ട് നിൽക്കുക നമ്മൾ. ഒറ്റപ്പാലേ ഒരു വീട് കച്ചവടം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അതിൻ്റെ എഗ്രിമെൻറ്റിലൊക്കെ ഞാൻ ഒപ്പിട്ടിരിക്കണം 24.5 ലക്ഷത്തിന്. പക്ഷേ കച്ചവടം കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വേണ്ട റോലി റൈസും നമ്മൾ പറയാതെ കഴിച്ചു.
അപ്പോൾ ഓൾക്കൊരു പണി കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ എഗ്രിമെൻറ്റിൻ്റെ ഉണ്ട്, നമ്മൾ നേരെ അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ചെയ്യുക, എത്രയും കൊല്ലമായിട്ട് ചെയ്യാത്തൊരു പരിപാടി. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകൾ, ഇങ്ങനെയുള്ള വീഡിയോസ് ഞാൻ എടുക്കുമ്പോൾ എന്തുവാണെന്നറിയാം, നിങ്ങൾ ആര് വേണമെങ്കിൽ വീഡിയോസിന് വിളിച്ചോളി. ഈ സ്ഥലത്തിൻ്റെ നികുതിച്ചിട്ട് നമ്മളെ സമീപിക്കേണ്ടി വരും, തരേണ്ടി വരും, എഗ്രിമെൻറ്റിൽ ഒപ്പും വെക്കേണ്ടി വരും. എന്നാലും ഇനി ഒരാളുടെ മുതൽ വീഡിയോ ഇട്ടിട്ട് നമ്മൾ ചെയ്യുള്ളൂ. ഇതാ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ, ഒരു സെൻറ്റിന് 2.5 ലക്ഷം റുപ്യ ചോദിക്കുന്നുണ്ട്, നെഗോഷ്യബിൾ കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും ഇതേപോലെ പ്രോപ്പർട്ടി വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ സമീപിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആധാരത്തിൻ്റെ കോപ്പി നികുതിച്ചിട്ടും നമ്മളെത്തി തരിക. ഒരു എഗ്രിമെൻറ്റിൽ ചെറിയൊരു ഒപ്പിന് നമ്മളെ വിൽക്കാൻ ഏൽപ്പിച്ചു എന്നുള്ളൊരു എഗ്രിമെൻറ്റിൽ ഒപ്പും തരണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ചെയ്തിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ചെയ്യുള്ളൂ. മറ്റേത് വെയിലും മഴയും കാറ്റും കൊണ്ടിട്ട് നമ്മൾ വടിയാക്കുകയാണ്. അപ്പോൾ അത് വേണ്ട, നമ്മളത് കിട്ടിയ പാവങ്ങൾക്ക് കൊടുക്കണതാണ്. അപ്പോൾ അപരാത്രത്തെ വീട് വാങ്ങി അതിൻ്റെ ശാപം പോകുക ചെങ്ങയ്ക്ക്. താമസിക്കാൻ വാങ്ങണ വീടല്ലേ, ഒരു നക്കാപ്പിച്ച പൈസക്ക് വേണ്ടിയിട്ട് തരാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്നും അതുണ്ടാവും. എന്ത് ഓനത് തന്നില്ലോ എന്നുള്ളത്. എന്തിനാ ശാപം വലിച്ചേക്കണ ചങ്ങായി, ഇരിക്കാനുള്ളതല്ലേ പേരിൽ കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ മനസ്സിൽ നിന്ന് പോകില്ല. പിന്നെ അത് മാത്രമല്ല, നമുക്കിപ്പോൾ 10 റുപ്യ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഒരു 2 റുപ്യ നമ്മൾ പാവങ്ങൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും കുല്ലുക്കും. മഹസ്സലാമ.